എന്ന് പറഞ്ഞാല് ഒരു 5 വർഷത്തോളം ഞങ്ങള് തിരുവനന്തപുരത്തെ പ്രശസ്തമായ ഹോസ്പിറ്റലില്, കിംസ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലില് അമ്മ കൊണ്ടുപോവുകയും അമ്മയ്ക്ക് ട്രീറ്റ്മെന്റ് ചെയ്യുകയും ചെയ്തു. അതൊരു 5 വർഷമൊക്കെ ആയപ്പോഴത്തേനും അവിടുന്ന് ഡോക്ടേഴ്സ് പറഞ്ഞ ആദ്യമൊക്കെ ടാബ്ലറ്റുകളും ചെറിയ ചെറിയ ടാബ്ലറ്റ് ഒക്കെ കൊടുത്തു. അങ്ങനെ വന്ന് പെയിൻ കില്ലേഴ്സ് ഒക്കെ ഉപയോഗിച്ച് 5 വർഷം ആയപ്പോഴത്തേനും ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി രക്ഷയില്ല കേട്ടോ, ഇനി മുട്ട് രണ്ടും മാറ്റി വെക്കണം. ആദ്യം ഒരു മുട്ട് മാറ്റിയിരിക്കാം, അതിനുശേഷം ഒരു 6 മാസം കഴിഞ്ഞ് അടുത്ത മുട്ട് മാറ്റിയിരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ അവസരത്തില് അപ്പോഴത്തേനും തന്നെ അമ്മയ്ക്ക് അമ്മ ഭയങ്കരമായിട്ട് ടയേർഡായി. അങ്ങനെ ടയേർഡായത് എന്താന്ന് വെച്ചാൽ അമ്മയ്ക്ക് ഷുഗറും കൂടെ വന്നു. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, പെയിൻ കില്ലേഴ്സ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഷുഗർ ഉണ്ടാകും. അങ്ങനെ അമ്മയ്ക്ക് ഷുഗറും കൂടെ വന്നപ്പോഴത്തേനും അമ്മ ആളാകെ ടയേർഡായി. അതുപോലെ എല്ലാ മാസവും ഹോസ്പിറ്റലിൽ പോകണം, ഈ മെഡിസിൻ എല്ലാം ഉപയോഗിക്കുമ്പോഴത്തേനും അമ്മയ്ക്ക് എപ്പോഴും തന്നെ കിടക്കണം, ഉറങ്ങണം, ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. ഒട്ടും നടക്കില്ല. ഈ മുട്ടുവേദന കൂടുന്നതല്ലാതെ കുറയുന്ന, പെയിൻ കില്ലർ എടുക്കുമ്പോൾ മാത്രം ഒരു വ്യത്യാസം വരും എന്നുള്ളതല്ലാതെ ഒരു ചേഞ്ച് ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല. അങ്ങനെ ആണ് ഡോക്ടേഴ്സ് പറഞ്ഞത് ഇത് എന്താണേലും ഇതൊരു സർജറി വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു എന്താണേലും ഒരു ഒപ്പീനിയനും കൂടെ നമുക്ക് എടുക്കാം, അതിനുശേഷം നമുക്ക് ഇത് സർജറിയിലേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ചു വന്ന് ആ സമയത്താണ് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ഒരു ദിവസം എന്നെ വെറുതെ വിളിച്ചപ്പോ ഞാനിങ്ങനെ അമ്മയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു ഞാൻ അടുത്ത ദിവസം അങ്ങോട്ട് വരുന്നുണ്ട്, അതിനുശേഷം ഹോസ്പിറ്റലിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് പരിചയപ്പെടുത്തി, നമുക്ക് ഈ പ്രൊഡക്ട്സ് എല്ലാം പരിചയപ്പെടുത്തിയപ്പോഴും എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. പിന്നെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ പുള്ളിക്കാരി എന്നെ ചതിക്കില്ല എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ആ ഒരു വിശ്വാസം നമുക്കുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ എന്താണേലും ഈ പ്രൊഡക്ട്സ് എല്ലാം വാങ്ങി അമ്മയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പം അമ്മയ്ക്ക് ആദ്യം കൊടുത്തത് ഞങ്ങള് നോവേദന ക്യാപ്സ്യൂള്, നാറ്റ്സ്യം, അതുപോലെ ചാമ്പ്യൻ നോവേദന ജെല്ല്. പിന്നെ അമ്മയ്ക്ക് എപ്പോഴും ഗ്യാസിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞ ഒരു പച്ചവെള്ളം കുടിച്ചാൽ പോലും ഗ്യാസ് ഫോം ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു എന്റെ അമ്മ. അപ്പം അതിന് ഇമ്മ്യൂണോ 3+ ഇത്രയും പ്രോഡക്റ്റ് വാങ്ങിക്കൊടുത്ത് അമ്മയ്ക്കൊരു 1.5 മാസമൊക്കെ ആയപ്പോഴത്തേനും അമ്മയ്ക്ക് നല്ല വ്യത്യാസം വന്നെന്ന് പറഞ്ഞാൽ അമ്മ സ്റ്റെപ്പൊക്കെ കയറാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഈ പ്രൊഡക്റ്റിൽ നല്ല വിശ്വാസം വന്നു. അതിനുശേഷം നമ്മുടെ പ്രിയപ്പെട്ട ലീഡേഴ്സ് ആയ സുമേഷ് സാറ്, ശിവൻകുട്ടി സാറൊക്കെ ഇവിടെ വരികയും നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തരികയൊക്കെ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഈ ബിസിനസ് ഏറ്റെടുത്തു. അതിനുശേഷം ചേട്ടന് വീസിങ്ങിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. വീസിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു രാത്രിയിൽ കിടക്കാനായിട്ട്. ആ ഒരു അവസരത്തില് ചേട്ടൻ നമ്മുടെ കവചപ്രാശം, ആയുശ്വാസ്, അതുപോലെ കഫ്നില്, ഇത് 3 ഉപയോഗിച്ച് ചേട്ടന് ആ വീസിങ് നന്നായിട്ട് മാറി. അപ്പോൾ വീണ്ടും നമുക്കൊരു റിസൾട്ട് നമുക്ക് തന്നെ കിട്ടിയപ്പോൾ നമുക്കത് കൂടുതൽ കോൺഫിഡൻസ് ആയി. അതിനുശേഷം മോന് ഫാറ്റി ലിവർ ഉണ്ടായിരുന്നു. ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ ALT AST എപ്പോഴും ഹൈ ആയിരുന്നു. അവന് ഇവിയോണ് യുഡിലിവർ 2 ക്യാപ്സ്യൂള് സ്ഥിരം എടുത്തോണ്ടിരുന്ന വ്യക്തിയാണ്. അപ്പം അത് എടുക്കുമ്പോൾ മാത്രം അവന് ALT AST കുറയും. പക്ഷെ നമ്മൾ 1 മാസം അത് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും എടുക്കും, അത് നമ്മുടെ ALT AST ചെക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും അത് ഹൈ ആയി പോകുന്ന ഒരവസ്ഥയായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് എപ്പോഴും ഒരു മനോവിഷമമായിരുന്നു, കുഞ്ഞിന് എന്നും ഈ ഒരു ക്യാപ്സ്യൂൾ കൊടുത്തോണ്ടിരിക്കണല്ലോ എന്നുള്ള ഒരു വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണേലും മോനെ ഈ ലിവാഗെയിൻ ക്യാപ്സ്യൂൾ ഒന്ന് കഴിച്ചു നോക്കാൻ പറഞ്ഞു. അങ്ങനെ 3 മാസം കണ്ടിന്യൂസ് അവൻ ലിവാഗെയിൻ ക്യാപ്സ്യൂൾ കഴിച്ചു. പിന്നെ മോനെ സംബന്ധിച്ചിടത്തോളം വെള്ളം ധാരാളം കുടിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ എന്താണേലും ആ ലിവാഗെയിൻ ക്യാപ്സ്യൂള് 3 മാസം കണ്ടിന്യൂസ് കഴിച്ചതോടെ അവന്റെ ALT AST നോർമലിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. ഇപ്പൊ ഒരു 2 വർഷത്തോളമായി അവനത് ഉപയോഗിച്ചിട്ട്. ഇപ്പോഴും ഞങ്ങൾ ഇടയ്ക്ക് ചെക്ക് ചെയ്യും, അവന്റെ ആ ALT AST രണ്ടും നോർമൽ ആയിട്ട് തന്നെയാണ് ഇപ്പോഴും പോകുന്നത്. ഇപ്പൊ അവൻ കഴിക്കുന്നില്ല, ആകെ ആ 3 മാസം കഴിച്ചോളൂ കേട്ടോ.
നല്ലൊരു റിസൾട്ട് ആണ് അത് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ അവൻ മിൽക്ക് നമ്മുടെ മോറോലൈഫ് ഉപയോഗിക്കുന്നുണ്ട്. ഇത്തിരി വണ്ണമൊക്കെ ഉണ്ടായിരുന്നു. മോറോലൈഫ് ഉപയോഗിച്ച് അതിന്റെ കൂടെ ഇമ്മ്യൂണോയും ഡെയിലി ഡീറ്റോക്സും ഉപയോഗിക്കുന്നുണ്ട്. അവന്റെ വെയിറ്റ് ലോസിലേക്ക് അവന് വരാനും അവനെ നോർമലിലേക്ക് വരാനും സാധിച്ചു. ഇപ്പൊ അതുപോലെ തന്നെ എനിക്ക് തലവേദന എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് എന്റെ കല്യാണം കഴിഞ്ഞ് അതിനു മുമ്പ് മുതലേ തലവേദന ഉണ്ടായിരുന്നു. തലവേദന വന്നു കഴിഞ്ഞാല് കണ്ണ് ചുമന്നിട്ട് 2-3 ദിവസം ബെഡിൽ തന്നെ ആയിരിക്കും. നമുക്ക് ഒരു പുറത്ത് വെളിച്ചം കാണാനോ ആൾക്കാരുടെ ശബ്ദം കേൾക്കാനോ ഒന്നും പറ്റില്ലായിരുന്നു. ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു. ആ ഒരു അവസ്ഥയിൽ ഒത്തിരി ഹോസ്പിറ്റലുകളിൽ ഞാൻ ഐ സ്പെഷ്യലിസ്റ്റിനെ അതുപോലെ നെർവിന്റെ ഡോക്ടറെയും ഒക്കെ കാണിച്ചതാണ്. എന്നിട്ടൊന്നും എല്ലാവരും പറയുന്ന ഒരു കുഴപ്പമില്ല എന്നാ പറയുന്നത്. പക്ഷെ അതിനുശേഷം നമ്മുടെ ഈ പ്രൊഡക്റ്റ് അതിലെ മാൻശക്തിമാൻ, എനിക്ക് എപ്പോഴും എടുത്തു പറയാൻ പറ്റും, മാൻശക്തിമാൻ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഉപയോഗിച്ചപ്പോഴാണ് എന്റെ ആ ഒരു പ്രശ്നം മാറിയതും തലവേദന കുറഞ്ഞതും ആ ഒരു പ്രൊഡക്റ്റിൽ നിന്നാണ്. അതായത് മാൻശക്തിമാൻ നമ്മളെല്ലാവരും പറയും പുരുഷന്മാരുടെ സ്പേം കൗണ്ട് കൂടാനും ഒക്കെ ഉള്ളത്. നമ്മുടെ ചെറിയ ഞരമ്പുകളിൽ കൂടെയുള്ള രക്തപ്രവാഹത്തെ കൂട്ടാനുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ മാൻശക്തിമാൻ. ആ ഒരു പ്രൊഡക്റ്റ് ആണ് എനിക്ക് എന്റെ തലവേദന മാറ്റി തന്നത്. ഇപ്പം ഒരു 2-2.5 വർഷമായിട്ട് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടാകുന്നില്ല. അത് ശരിക്കും വീട്ടിൽ നമ്മൾ കിടന്നു കഴിഞ്ഞാല് നമ്മുടെ വീടിന്റെ അവസ്ഥ നമുക്ക് അറിയാലോ അല്ലെ. അപ്പൊ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് എനിക്ക് മുക്തിയാകാനായിട്ട് സാധിച്ചു. ഇങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും വീട്ടില് ഒത്തിരി റിസൾട്ട് ഉണ്ടായി. അതിനുശേഷം ഞങ്ങള് പലരും കേട്ടിട്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കാം പൂവാർ സ്വദേശിയായ ബിജു എന്ന് പറഞ്ഞ വ്യക്തിയുടെ റിസൾട്ട്. അദ്ദേഹം ഒരു സോറിയാസിസിന് വിധേയനായിരുന്നു. സോറിയാസിസ് എന്ന് പറഞ്ഞ ഒരു അസുഖത്താൽ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് ഒരു 22 വർഷമായിട്ട് ഒരു മുറിക്കുള്ളിൽ മാത്രം അടച്ചിട്ട് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അതായത് അദ്ദേഹത്തിന്റെ ചെറിയ പ്രായത്തില് എനിക്ക് തോന്നുന്നു 20 വയസ്സൊക്കെ ആയപ്പോൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ബോള് കളിച്ചപ്പം ബോള് കാലുകൊണ്ട് തട്ടിയപ്പോൾ കാലിന് ഒരു ഒടിവുണ്ടാകുകയും അത് ഇവിടുത്തെ ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് സർജറി ചെയ്ത് 21 ദിവസത്തോളം പ്ലാസ്റ്റർ ഇട്ടു. പ്ലാസ്റ്റർ കട്ട് ചെയ്ത സമയത്ത് അദ്ദേഹത്തിന്റെ കാലില് ശരിക്കും ഈ ചക്കയുടെ മുള്ളു പോലെ രൂപാന്തരം ഉണ്ടായി. അപ്പം അത് പ്ലാസ്റ്ററിന്റെ അലർജി ആയിരിക്കും എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. അത് മാറി ആ കാലിൽ നിന്നുള്ളത് ശരീരം മൊത്തം സ്പ്രെഡായി അതിനുശേഷം അവര് ചെക്ക് ചെയ്തപ്പോഴാണ് അവർ കൊടുത്ത പെയിൻ കില്ലേഴ്സില് എന്തോ സൈഡ് എഫക്റ്റ് ഉണ്ടായിട്ട് അത് സോറിയാസിസ് ആയിട്ട് മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെരുവിരലും മുതല് തല മുതല് ഉള്ളംകാല് വരെ എന്ന് തന്നെ പറയാം. ഞങ്ങൾ പോയി കണ്ടപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാല് അദ്ദേഹത്തിന്റെ ശരീരം ഒരു വയല് എങ്ങനെ വിണ്ടു കീറി കിടക്കും ആ ഒരു അവസ്ഥയിലാണ് അദ്ദേഹത്തിന്റെ ശരീരം ഉണ്ടായിരുന്നത്. അത് നമ്മുടെ പ്രിയപ്പെട്ട ശിവൻകുട്ടി സാറിനെയും സുമേഷ് സാറിനെയും ഒക്കെ വീഡിയോ കോൾ വിളിച്ച് കാണിച്ചപ്പോൾ അവര് പറഞ്ഞ ഇത് ഏറ്റെടുക്കണോ എന്നാണ് ചോദിച്ചത്. പക്ഷെ അദ്ദേഹത്തിന്റെ സഹോദരി നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നു. പുള്ളിക്കാരി പറഞ്ഞത് ഞാൻ എന്റെ റിസ്കിൽ ഏറ്റെടുക്കാം, എനിക്ക് വിശ്വാസമുണ്ട്, എനിക്ക് ഇതിൽ നിന്ന് റിസൾട്ട് കിട്ടും എന്ന് വിശ്വാസമുണ്ട്. അത് കാരണം നമ്മുടെ പ്രൊഡക്റ്റ് എല്ലാം കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആദ്യം കൊടുത്തത് ആന്റി അലർജി, ഇമ്മ്യൂണോ, ബ്ലഡ് പ്യൂരിഫയർ, അതുപോലെ ചാമ്പി തൈലം, വൂണ്ട് ഹീലൊക്കെ കൊടുത്തു ശരീരത്ത് ഉപയോഗിക്കാനായിട്ട്. ആദ്യം കുറച്ച് പ്രൊഡക്റ്റ് ലിവാഗൈൻ സിറപ്പ് കൊടുത്തു. അങ്ങനെ കുറച്ച് പ്രൊഡക്റ്റ് കൊടുത്തിട്ട് പോന്നു. അതിനുശേഷം 10 ദിവസം കഴിഞ്ഞപ്പം ബാക്കിയുള്ള പ്രൊഡക്റ്റ് കൊടുക്കാനായിട്ട് സഹോദരി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ഫോട്ടോ എടുത്ത് എനിക്ക് ഇട്ട് തന്നു. ഇതാണ് ഇപ്പോഴത്തെ എന്റെ സഹോദരന്റെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് തന്നെ ശരിക്കും ഒരു
അതിശയമായിരുന്നു. എന്താന്ന് വെച്ചാൽ ആ ഫോട്ടോ കണ്ടപ്പോൾ ആ ശരീരത്തിൽ ഉണ്ടായിരുന്ന ആ മുറിവുകൾ അല്ലെങ്കിൽ ആ വെടിച്ചിരുന്നതെല്ലാം മാറി പൊളിഞ്ഞു പോയി ശരീരം. നമുക്കറിയാലോ, ഒരു മുറിവൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പൊളിഞ്ഞു പോകുമ്പോഴത്തെ ഒരവസ്ഥ, ആ ഒരു അവസ്ഥയിലേക്ക് വന്നു. അതിനുശേഷം അന്ന് മുതലേ 95-ഉം കവചപ്രാശവും ന്യൂട്രിലൈഫും ഒക്കെ ആരംഭിച്ചു. അതെല്ലാം കൊടുത്ത് അദ്ദേഹം ഒരു 1.5 മാസം ആയപ്പോഴത്തേനും വീട്ടിലെ ഒരു ഹോം ഷോപ്പിൽ വെക്കുകയും നമ്മുടെ ലീഡേഴ്സ് എല്ലാവരും വന്ന് കണ്ടതാണ്. അതിനിടയ്ക്ക് ഞങ്ങള് ഒരു പ്രാവശ്യം പോയപ്പോ ഒത്തിരി കൂടി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പ്രൊഡക്ട്സ് കഴിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് ആയുർവേദം കഴിക്കുമ്പോൾ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം പുറത്തോട്ട് വരും എന്ന് നമുക്കറിയാം. അങ്ങനെ എല്ലാം പുറത്തോട്ട് വന്നു കഴിഞ്ഞ് ഇത്തിരി കൂടി കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ ചെന്നപ്പം പറഞ്ഞു, നിങ്ങള് എന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ച് എനിക്ക് പ്രൊഡക്റ്റ് തന്നിട്ട് എനിക്ക് എന്റെ ശരീരം മുഴുവൻ ഇത് സ്പ്രെഡായി, എനിക്കിനി വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വഴക്കായിരുന്നു. അപ്പോൾ സഹോദരി പറഞ്ഞു, അങ്ങനല്ല അണ്ണൻ ഇത് ഉപയോഗിക്കണം, ഇത് പുറത്തോട്ട് വന്നു പോകുന്നതാണ്, അണ്ണൻ എന്നെ വിശ്വസിച്ച് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ വീണ്ടും അത് വിശ്വസിച്ച് തന്നെ ഉപയോഗിച്ചതിന്റെ ഫലമായിട്ട് ആള് നല്ല മിടുക്കനായി. ഒരു 3 മാസം ആയപ്പോഴത്തേനും നല്ല മിടുക്കനായി. ഒരു ജോലിയൊക്കെ കിട്ടി, ആൾക്ക് സെക്രട്ടേറിയറ്റ് ജോലി കിട്ടി, ജോലിക്ക് പോകുന്ന ഒരു അവസ്ഥ. ആ ഒരു അവസ്ഥയിലൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടിലും കൂടുതൽ ആ ഒരു അവസ്ഥയൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സ് നിറയും അല്ലെ. അത്രത്തോളം നല്ലൊരു റിസൾട്ട് ആയിരുന്നു ബിജു പൂവാറിനുണ്ടായത്. അതുപോലെ തന്നെ ഈ ഒരു റിസൾട്ട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സഹോദരിക്ക് കുട്ടികളില്ലായിരുന്നു. പുള്ളിക്കാരി നമ്മുടെ വുമൺ കമ്പാനിയന് സൈക്ലോവ, അതുപോലെ 95, ന്യൂട്രിലൈഫ്, കവചപ്രാശം ഒക്കെ ഉപയോഗിച്ചു. ഹസ്ബൻഡിനും മാനശക്തിമാനും ന്യൂട്രിലൈഫ് 95 ഒക്കെ കൊടുത്ത് അവർക്ക് ഒരു കുഞ്ഞിനെ കിട്ടി. ആ കുഞ്ഞ് ഇപ്പൊ 2 വയസ്സായി. അതും വലിയൊരു റിസൾട്ടാണ്. പുള്ളിക്കാരിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു, എന്റെ സഹോദരന് ഇത്രയും വ്യത്യാസം വന്നപ്പോൾ എനിക്കും ഒരു കുഞ്ഞിനെ ഈ പ്രൊഡക്റ്റിൽ കൂടെ കിട്ടും എന്ന വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ പുള്ളിക്കാരിക്ക് ഒരു കുഞ്ഞിനെ കിട്ടാൻ സാധിച്ചു. അതുപോലെ തന്നെ ഇവിടെ അടുത്തുള്ള ഒരു മോൾക്ക് തൈറോയിഡിന് ഭയങ്കര പ്രശ്നമായിരുന്നു, തൈറോയിഡ് ഹൈ ആയിരുന്നു. ആദ്യത്തെ ഒരു കുഞ്ഞുണ്ട്, അവര് ദുബായിലാണ്. ആദ്യത്തെ ഒരു കുഞ്ഞുണ്ട്, ഇനി 2ാമത്തെ കുഞ്ഞിനെ പറ്റി നോക്കേ വേണ്ട എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞ് ഉപേക്ഷിച്ചതായിരുന്നു. അപ്പോൾ എന്നോട് ഒരു പ്രാവശ്യം വന്നപ്പോ പറഞ്ഞു, ആന്റി തൈറോയിഡ് ഹൈ ആണ്, അത് കാരണം ഇനി ഒരു കുഞ്ഞെന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കണ്ടെന്ന് തന്നെയാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്തായാലും അത് അങ്ങനെ നിൽക്കട്ടെ, തൈറോയിഡ് എന്നുള്ളത് നോർമൽ ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അത് കാരണം ഇതൊന്ന് ഉപയോഗിച്ച് നോക്ക്, ഇന്ന് സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലല്ലോ, ധൈര്യമായിട്ട് ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് നമ്മുടെ തൈ ഹെൽത്തും ബ്ലഡ് പ്യൂരിഫയറും കൊടുത്തു. എന്തായാലും ഒരു 1.5-2 മാസത്തോളം അത് ഉപയോഗിച്ചു. നാട്ടിലുണ്ടായിരുന്നു, അത് ഉപയോഗിച്ചു. അത് കഴിഞ്ഞ് ഒരു 3 മാസത്തിനുള്ളത് പ്രൊഡക്റ്റുമായിട്ടാണ് പുള്ളിക്കാരി പോയി ഒരു 2 മാസം കഴിഞ്ഞപ്പോ എന്നെ വിളിച്ചു പറഞ്ഞു, ആന്റി ഞാൻ ക്യാരിയിങ് ആണ്, തൈറോയിഡ് നോർമൽ ആയിട്ടുണ്ട്, അത് കാരണം ഞാൻ ക്യാരിയിങ് ആന്ന് പറഞ്ഞു. അതും വലിയൊരു റിസൾട്ട് തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ഒരു മോൾക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ പൈൽസിന്റെ പ്രശ്നം. പൈൽസ് എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് ഒരു 24-23 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. പൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എന്നോട് പറയുന്ന, ആന്റി ഞാൻ രാവിലെ എന്നും ബ്ലഡ് ആണ് കാണുന്നത്, അതായത് എപ്പം ബാത്റൂമിൽ പോയാലും അതുപോലെ ബ്ലീഡിങ് ആണ്, അതുകൊണ്ട് എനിക്ക് ഭയങ്കര ക്ഷീണമാണ്, അവള് ഈ ബ്ലഡ് ഇങ്ങനെ പോകുന്നതുകൊണ്ട് ഭയങ്കര ക്ഷീണമാണ്, എപ്പോഴും കിടക്കണം എന്നുള്ള ഒരു ചിന്തയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം നമ്മുടെ പൈൽസിസി ഇറങ്ങുന്നതിന് മുമ്പാണ് ഇമ്മ്യൂണോയും ലിവാഗൈനും പ്രോബയോട്ടിക്കും കൂടെ കൊടുത്തു. അത് ഉപയോഗിക്കാൻ പറഞ്ഞു. അതുപോലെ വൂണ്ട് ഹീലും കൊടുത്തു. അത് ഉപയോഗിച്ചതിന് ശേഷം നല്ല വ്യത്യാസം വന്നു. അത് കഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോഴത്തേനും നമ്മുടെ പൈൽസിന്റെ പ്രൊഡക്റ്റ് ഇറങ്ങിയപ്പം പൈൽസിസിയുടെ ക്യാപ്സ്യൂളും ഓയിന്റ്മെന്റും കൊടുത്തു. അതും ഉപയോഗിച്ച് 1 മാസം കൂടി അത് രണ്ടും ഉപയോഗിച്ചുള്ളൂ കേട്ടോ.
അത് ഉപയോഗിച്ചിട്ട് ഇതുവരെ ആ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതും വലിയൊരു റിസൾട്ട് ആണ്. അതുപോലെ തന്നെ ഇവിടെ അടുത്ത് ഒരു അൽഫ എന്ന് പറഞ്ഞ ഒരു പുള്ളിക്കാരി നമ്മുടെ വൈകുന്നേരത്തെ മീറ്റിംഗ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് ആളിവിടെ ഉണ്ടായിരുന്നു. എളുപ്പന്ന് ആള് തല ചുറ്റി വീണു. ഇങ്ങനെ വീണപ്പോഴത്തേനും അമ്മ എളുപ്പന്ന് പിടിച്ചു കഴിഞ്ഞപ്പം എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നി. ഞാൻ എളുപ്പന്ന് 95 കലക്കി അത് കൊണ്ടുവന്ന് വായിൽ ഒഴിച്ചു കൊടുത്തു. അപ്പം ക്യാപ്സ്യൂൾ ഇറക്കാൻ പറ്റുന്നില്ല, ആ ഒരു അവസ്ഥയായിരുന്നു. ഞാൻ 95 എളുപ്പന്ന് കൊടുത്ത് ഒരു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആള് കണ്ണു തുറന്നു കഴിഞ്ഞപ്പം ഞാൻ നമ്മുടെ സ്പൈറലിന ഗോൾഡും കൂടെ കൊടുത്തു ഒരു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആൾ ഓക്കെ ആയി. അന്നേരം ഞങ്ങള് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് റെഡി ആയതാണ്. പക്ഷെ നമ്മുടെ ആ 95ന്റെ ഗുണം തീർച്ചയായിട്ടും അത് ഒരു പ്രത്യേക ഗുണം തന്നെയാണ് നമ്മുടെ 95ന്. അതിൽ നിന്ന് ആ ഒരു ഹോസ്പിറ്റൽ കേസോ പോകേണ്ട ആവശ്യം ഒന്നും വന്നില്ല. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഞാനൊരു 8-10 95 കൊടുത്തു, അത് ഉപയോഗിക്കുന്നുണ്ട്. അതും ഒരു നല്ല റിസൾട്ട് ആണ്. അതുപോലെ തന്നെ 95ന്റെ ഒരു റിസൾട്ടും കൂടെ ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തിക്കോളാം. എന്താന്ന് വെച്ചാൽ എന്റെ അമ്മയുടെ സഹോദരൻ മരിച്ച സമയത്ത് അമ്മയ്ക്ക് BP ഷൂട്ട് ഔട്ട് ആയി. ചിലപ്പോൾ അമ്മാവനെ കണ്ടപ്പോഴത്തേനും BP ഷൂട്ട് ഔട്ട് ആയി. അത് കണ്ടപ്പോ എന്ന് പറഞ്ഞാൽ അമ്മയുടെ കണ്ണൊക്കെ മേപ്പോളേക്ക് കയറി, അമ്മയുടെ ഒരു വശം ചൊടിയൊക്കെ ഒരു വശത്തേക്ക് ഓടിപ്പോയി. ആ ഒരു അവസ്ഥയില് ഞങ്ങളാകെ വിഷമിച്ചു പോയി. അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ അവര് പറഞ്ഞു ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോ, ഇതൊരു സ്ട്രോക്കിന്റെ ആരംഭമാണ്, നിങ്ങൾ നല്ല ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. ഇപ്പൊ ഞങ്ങളായിട്ട് ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് നാട്ടിലായിരുന്നു. അപ്പൊ ഞങ്ങള് തിരുവനന്തപുരത്തേക്ക് തിരിച്ചു. അന്നേരം തന്നെ അമ്മാവന്റെ ഫ്യൂണറലിനൊന്നും നിന്നില്ല, തിരിച്ചു പോന്നു. ഇവിടെ വന്ന് അന്ന് രാത്രിയിലാണ് ഇവിടെ എത്തിയത്. പിറ്റേ ദിവസം രാവിലെ കിംസിൽ തന്നെ കൊണ്ടുപോയി. അപ്പം വന്ന വഴിക്ക് ഞാന് എന്റെ കയ്യില് 95 ഇല്ലായിരുന്നു. എന്നെ പരിചയപ്പെടുത്തിയ കൂട്ടുകാരി, ഈ ബിസിനസ് പരിചയപ്പെടുത്തി എന്ന് പറഞ്ഞ കൂട്ടുകാരിയുടെ അടുത്ത് പോയി ഞങ്ങൾ 4 സാഷ നമ്മുടെ പാക്കറ്റ് 95 വാങ്ങിച്ചോണ്ടാണ് വന്നത്. അന്നേരം തന്നെ അമ്മയ്ക്ക് അത് കൊടുത്ത് അവിടെ വെച്ച് തന്നെ അത് കൊടുത്തു കഴിയുമ്പം അമ്മയ്ക്ക് ആ കണ്ണൊക്കെ നേരെയായി. പിന്നെ ഒരു സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വന്ന വഴിക്ക് ഞാന് ആ 4 പാക്കറ്റും തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ ആ 4 പാക്കറ്റും കൊടുത്തു. നമുക്കറിയാം സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ല എന്നറിയാം. അത് കാരണം ആ 4 പാക്കറ്റും കൊടുത്തു. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് അതൊരു സ്ട്രോക്ക് ആയിരുന്നു. എന്തുകൊണ്ടാണോ എന്നറിയില്ല, ദൈവാധീനം അതുകൊണ്ടായിരിക്കാം, അത് സ്ട്രോക്കിൽ നിന്ന് വലിയൊരു അപകടാവസ്ഥയിൽ നിന്ന് മാറി എന്ന് പറഞ്ഞു. അപ്പൊ നമുക്കറിയാം തീർച്ചയായിട്ടും നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് 95ന്റെ ഗുണം ആണ് എന്ന് നമുക്കറിയാം. എന്താണേലും ആ ഒരു പ്രശ്നത്തിൽ നിന്നും ഞങ്ങക്ക് മൊത്തമായിട്ട് ഞങ്ങക്ക് അമ്മ ഇപ്പോഴും നല്ല ആരോഗ്യവതിയായിട്ട് തന്നെ ഞങ്ങളുടെ കൂടെയുണ്ട്. ഇപ്പം അമ്മ ഇവിടെ നിന്നിട്ടാണ് ഞങ്ങൾ എന്തെങ്കിലും വർക്കിനൊക്കെ പോകുന്നത്, അമ്മ ഇവിടെ നിർത്തിയിട്ടാണ്. അപ്പം ഇത്രയൊക്കെയാണ് എന്റെ റിസൾട്ട്. ഒത്തിരി റിസൾട്ടുകളുണ്ട്, ഇനിയും പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം മുഴുവൻ വേണം. അതുകൊണ്ട് ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ച ശിവൻകുട്ടി സാറിന് ഒത്തിരി നന്ദി.